സബേഷ് കുര്ജിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 53. യുദാസ്. ആർത്തി കൊണ്ട് ഗുരുവിനെ ഒറ്റിക്കൊടുത്തപ്പോഴൊന്നും സ്വന്തം മനസാക്ഷി പോലും വിറ്റുപോയതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ആ ശിഷ്യൻ. യേശു. 100 ജന്മം കൊണ്ട് തീർക്കേണ്ടത് ഒരൊറ്റ ജന്മം കൊണ്ട് തീർത്തപ്പോഴാണ് ക്രൂരനായ മദ്യം പോലും അറിഞ്ഞത് അതൊരു പുണ്യജന്മമാണെന്ന്. മയ്യത്ത്. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ചിരിച്ചിരുന്നില്ല, കരഞ്ഞു തീർക്കേണ്ട ദിനങ്ങളെത്രയും അവശേഷിപ്പിച്ചാണ് പോകുന്നതെന്ന തിരിച്ചറിവുണ്ടായത്. ഗൽബ്. തെളിഞ്ഞു കത്തുമ്പോഴായിരുന്നു പുഞ്ചിരികളത്രയും ഉത്ഭവിച്ചത്. അബദ്ധധാരണകൾ ഇരുളിനെ പേടിച്ചു തുടങ്ങിയതും അങ്ങനെയാണ്. പ്രിയം. ഇഷ്ടമായിരുന്നേറെ ജീവിതയാത്രയെ, പിന്നെ എപ്പോഴാണ് കല്ലെറിഞ്ഞവർ ഹൃദയത്തോട് ചേർത്ത് വച്ചത്. ഭ്രമം. മനസ്സിൽ നിറച്ചു വച്ചതായിരുന്നു, തളിർത്ത് പാകമായത് വിശപ്പിന് ശമനം വരുത്തിയപ്പോഴാണ്. ക്രമം. ഓരോ ഗണങ്ങളും എഴുതപ്പെട്ടത് നിറച്ച കോളങ്ങളിൽ ചിത്രങ്ങളായി എഴുതപ്പെട്ടപ്പോഴാണ്. ഗൗൺ. നീളം ഹൃദയങ്ങളെ ഉൾക്കൊണ്ടപ്പോഴാണ് ഉടൽ താളത്തിലെത്താൻ സമയത്തെ കണ്ടെത്തിയത്. പെൺപുറ്റ്. ധ്യാനത്തിലിരിക്കുമ്പോഴാണ് മനസ്സ് ഹൃദയത്തിൽ ഉറിഞ്ഞുകൂടി ഗർഭഗൃഹത്തിൽ വേദനകളെ പ്രസവിച്ചത്. ആൺപുറ്റ്. വേദനകൾ എത്രയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് പെണ്ണുടലിൽ നോവേൽപ്പിക്കാതെ ജീവിതം സംഭരിച്ചു വച്ചത്. തുണ്ട്. കീറി മുറിച്ചപ്പോഴാണ് ഹൃദയം വേദനകളില്ലാതെ രക്തമൊലിക്കാതെ ആഹാര്യമായി തീർന്നത്. തണ്ട്. ബലമേറെ ഇല്ലാഞ്ഞിട്ടല്ല, നെടുന്തൂണായി മാറ്റേണ്ട സൗഹൃദങ്ങൾ ഉടഞ്ഞു വീണത്. നെറ്റിപ്പട്ടം. ശിരസിലെടുത്ത് അണിയാനായി വർണ്ണങ്ങൾ തുന്നിച്ചേർത്തപ്പോഴാണ് പഴുത്തു കൊടുത്ത ഹൃദയങ്ങൾ ചരിത്രമായി മാറിയത്. ശുഭദിനം. ഹാർദവമായാണ് എതിരേറ്റത്. ആപ്പൽ ഘട്ടങ്ങൾ സ്വർഗ കവാടം തീർത്തതാണ് സ്വപ്നതുല്യമായി തീർത്തത്. തീർത്ഥയാത്ര. വഴിക്കണ്ണുകൾ കാഴ്ചകൾ നിറച്ചപ്പോഴാണ് വിസ്മയങ്ങൾ ഹൃദയത്തെ കീഴടക്കിയത്. അവഗാഹം. തിരിച്ചറിവുകൾ, അവഗണനകൾ, അവഹേളനങ്ങളിൽ മുഴങ്ങി തിരശീലയ്ക്കും മുന്നിൽ പിറന്നത് അഭിമതനായത്. സൽദിനം. ഒടുങ്ങേണ്ടിയിരുന്ന ജന്മത്തിൻ്റെ പ്രതിഫലം ഇരുളടഞ്ഞ ഭാവിയാണെന്ന് തിരിച്ചറിഞ്ഞത് കടന്നുപോയ അനുഭവങ്ങളിലൂടെയാണ്. ദുർദിനം. കരിമഷി എഴുതിയ കണ്ണുകളിൽ ദുരാഗ്രഹം ജനിച്ചപ്പോഴാണ് ബന്ധങ്ങളിലൂടെ ചങ്ങലകൾ ഉണ്ടാക്കിയത്. വിവാഹവാർഷികം. ദുഃഖങ്ങളത്രയും പറഞ്ഞു തീർക്കാനാകാതെ മനസ്സിലൊതുക്കി പൊരുത്തപ്പെട്ടത് പ്രഥമരാത്രിയുടെ ദുർഘടയാത്രകൾക്ക് ശേഷമാണ്. ഷഷ്ടിപൂർത്തി. കരഞ്ഞാണ് തുടക്കമെങ്കിലും പതിവുകളിൽ മുങ്ങി നിവർന്ന് അച്ചടക്കങ്ങളിൽ ഒരുക്കിയ പുതുജന്മത്തിൻ്റെ അവശേഷിപ്പുകളായി തീർന്നത്. നിസ്കാരം. ദൈവത്തെ വിളിച്ചപ്പോൾ വിളികേട്ടത് ഉണരാത്ത മനസ്സിൻ്റെ ജ്വാലയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് ഈശ്വര സാന്നിധ്യം പ്രത്യക്ഷമായപ്പോഴാണ്. മൂലധനം. ശ്രേഷ്ഠതയെ പുലുകിയപ്പോഴാണ് മാനവീയതകൾ ഉണർന്നതെന്ന് ആദർശങ്ങൾ മുദ്രകളാക്കിയ സൽജീവിതങ്ങൾ പിന്തുടർച്ചയിലൂടെ അറിഞ്ഞത്. വിധേയത്വം. കീഴടങ്ങിയപ്പോഴൊന്നും അരുതെന്ന് ആരും പറഞ്ഞില്ല, വാക്കുകൾ കോരിട്ട പ്രളയത്തിൽ മുങ്ങിയതും അപ്പോഴാണ്. ശിഥിലം. അടിവേരുകൾ അടർന്നത് മൗനത്തിൻ്റെ തീക്ഷ്ണതകളിലായിരുന്നില്ല, അടർന്നു വീണ കോപാഗ്നിയിൽ തണുത്തുറഞ്ഞ ശബ്ദമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. യാഥാർത്ഥ്യം. വ്യക്തമായ തെളിവുകളില്ലായിരുന്നു, തിരിച്ചടിക്കാൻ പ്രതിരോധത്തിൻ്റെ കൂരമ്പുകളില്ലാത്തത് അടിമത്തത്തിലേക്കാണ് പോകുന്നതെന്ന് പിന്നെയാണ് അറിഞ്ഞത്. സങ്കല്പം. ശൂന്യതകളെ കെട്ടി ഉയർത്തിയപ്പോഴാണ് തകർന്നു വീഴേണ്ടിയിരുന്ന സ്വപ്നങ്ങൾ ഉയരങ്ങളിലേക്ക് കുതിച്ചത്. പ്രഥമം. കാഴ്ചകൾ മനോഹാരിതകളാക്കി വിഭാവനം ചെയ്തപ്പോഴാണ് ദൃശ്യങ്ങളിൽ യാഥാർത്ഥ്യത്തിൻ്റെ നിഴൽ പിറന്നത്. അന്തിമം. ഭംഗിവാക്കുകളായിരുന്നു ആദ്യം ചിതറിയത്, യാഥാർത്ഥ്യത്തിൻ്റെ മുഖം അനാവരണം ചെയ്യപ്പെട്ടതും അവിടെയാണ്. സങ്കേതം. ഇരുളടഞ്ഞ വഴികളാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കിയതെന്ന് തെളിയിച്ചത് നിശ്ചയദാർഢ്യത്തിലൂടെയുള്ള ഒരുക്കങ്ങളിലാണ്. സാകേതം. കാലൊച്ചകളിൽ മുഴങ്ങിക്കേട്ടത് ദുന്ദുഭികളായിരുന്നു, ഉറങ്ങാത്ത മനസ്സിൻ്റെ ഈരടികളിലൂടെയായിരുന്നു ജീവിതം ഉയർത്തെണീറ്റത്.